റബ്ബർ, ലാറ്റക്സ്, ആമസോണിയൻ റബ്ബർ, കൗച്ചോ അല്ലെങ്കിൽ കൗച്ചോക്ക് എന്നും അറിയപ്പെടുന്ന റബ്ബർ തുടക്കത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുപോലെ ജൈവ സംയുക്തമായ അസോപ്രീനിന്റെ പോളിമറുകളും മറ്റ് ജൈവ സംയുക്തങ്ങളുടെ ചെറിയ മാലിന്യങ്ങളും ഉൾക്കൊള്ളുന്നു. പ്രകൃതിദത്ത റബ്ബറുകളായി ഉപയോഗിക്കുന്ന പോളിയസോപ്രീൻ തരങ്ങളെ ഇലാസ്റ്റോമറുകൾ എന്ന് തരംതിരിക്കുന്നു. നിലവിൽ റബ്ബർ പ്രധാനമായും പാര റബ്ബർ മരത്തിൽ ഹെവിയ ബ്രസീലിയൻസിസ് നിന്നോ മറ്റുള്ളവയിൽ നിന്നോ ഉള്ള ലാറ്റക്സിന്റെ രൂപത്തിലാണ് വിളവെടുക്കുന്നത്. ലാറ്റക്സ് എന്നത് പുറംതൊലിയിൽ മുറിവുകൾ ഉണ്ടാക്കി ടാപ്പിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിൽ പാത്രങ്ങളിൽ ദ്രാവകം ശേഖരിക്കുന്നതിലൂടെ വേർതിരിച്ചെടുക്കുന്ന പശിമയുള്ള പാൽ പോലെയുള്ള വെളുത്ത നിറമുള്ള ഒരു കൊളോയിഡാണ്. നിർമ്മാതാക്കൾ ഈ ലാറ്റക്സിനെ പരിഷ്കരിച്ച് വാണിജ്യ സംസ്കരണത്തിന് തയ്യാറായ റബ്ബറാക്കി മാറ്റുന്നു. പ്രകൃതിദത്ത റബ്ബർ പല ആപ്ലിക്കേഷനുകളിലും ഉൽപ്പന്നങ്ങളിലും ഒറ്റയ്ക്കോ മറ്റു വസ്തുക്കളുമായി സംയോജിച്ചോ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിന്റെ ഉപയോഗപ്രദമായ മിക്ക രൂപങ്ങളിലും ഇതിന് വലിയ സ്ട്രെച്ച് റേഷ്യോയും ഉയർന്ന പ്രതിരോധശേഷിയുമുണ്ട്, കൂടാതെ പൊങ്ങിക്കിടക്കുന്നതും ജലപ്രതിരോധശേഷിയുള്ളതുമാണ്. റബ്ബർ പോലുള്ള വസ്തുക്കൾക്കുള്ള വ്യാവസായിക ആവശ്യം 19 നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സ്വാഭാവിക റബ്ബർ വിതരണങ്ങളെ മറികടക്കാൻ തുടങ്ങി. ഇത് 1909 രാസമാർഗങ്ങളിലൂടെ സിന്തറ്റിക് റബ്ബറിന്റെ സമന്വയത്തിലേക്ക് നയിച്ചു. അവലംബം ആവശ്യമാണ്. തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ എന്നിവയാണ് മുൻനിര റബ്ബർ ഉത്പാദകരിൽ 4 ഇനങ്ങൾ. ആമസോണിയൻ റബ്ബർ മരം, ഹെവിയ ബ്രസീലിയൻസിസ്. സ്വാഭാവിക റബ്ബർ ലാറ്റക്സിന്റെ പ്രധാന വാണിജ്യ സ്രോതസ് ആമസോണിയൻ റബ്ബർ മരം, ഹെവിയ ബ്രസീലിയൻസിസ് ആണ്. ഇത് സ്പർജ് കുടുംബത്തിലെ അംഗമായ യൂഫോർബിയേസിയാണ്. ഒരിക്കൽ ബ്രസീലിൽ നിന്നുള്ള ഈ ഇനം ഇപ്പോൾ പാൻട്രോപ്പിക്കലാണ്. കൃഷി സമയത്ത് നന്നായി വളരുന്നതിനാൽ ഈ ഇനം ഇഷ്ടപ്പെടുന്നു. ശരിയായി പരിപാലിക്കുന്ന ഒരു മരം വർഷങ്ങളോളം കൂടുതൽ ലാറ്റക്സ് ഉത്പാദിപ്പിക്കുന്നതിലൂടെ മുറിവുകളോട് പ്രതികരിക്കുന്നു. കോങ്കോ റബ്ബർ, ലാൻഡോൾഫിയ ഒവാരിയൻസിസ് എൽ. SPP. മുമ്പ് റബ്ബറിന്റെ ഒരു പ്രധാന സ്രോതസ്സായിരുന്ന കോങ്കോ ഫ്രീ സ്റ്റേറ്റിലെ അതിക്രമങ്ങൾക്ക് പ്രചോദനമായ കോങ്കോ റബ്ബർ, ലാൻഡോൾഫിയ എൽ. കിർക്കി എൽ. ഹ്യൂഡെലോട്ടിസ് എൽ. ഒവാരിയൻസിസ് ജനുസിലെ വള്ളികളിൽ നിന്നാണ് വന്നത്. ഡാൻഡെലിയോൺ. ഡാൻഡെലിയോൺ പാലിൽ ലാറ്റക്സ് അടങ്ങിയിരിക്കുന്നു. റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പ്രകൃതിദത്ത റബ്ബറിന്റെ അതേ ഗുണനിലവാരമാണ് ലാറ്റക്സിൽ പ്രകടമാകുന്നത്. കാട്ടുതരം ഡാൻഡെലിയോൺ ഇനങ്ങളിൽ ലാറ്റക്സ് അളവ് കുറവാണ്, വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നാസി ജർമ്മനിയിൽ റബ്ബർ ഉൽപ്പാദനത്തിനുള്ള അടിസ്ഥാനമായി ഡാൻഡെലിയോൺ ഉപയോഗിക്കാൻ ഗവേഷണ പദ്ധതികൾ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. 2013 ഒരു പ്രധാന എൻസൈമിനെ തടഞ്ഞു നിർത്തിയും ആധുനിക കൃഷിരീതികളും ഒപ്റ്റിമൈസേഷൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചും ജർമ്മനിയിലെ ഫ്രോൺഹോഫർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മോളിക്യുലാർ ബയോളജി ആൻഡ് അപ്ലൈഡ് ഇക്കോളജി ലെ ശാസ്ത്രജ്ഞർ പ്രകൃതിദത്ത റബ്ബറിന്റെ വാണിജ്യ ഉൽപ്പാദനത്തിന് അനുയോജ്യമാണെന്ന് തോന്നുന്ന കസാക്ക് ഡാൻഡെലിയോൺ എലിദമിർ അഡലേഡ് യുടെ ഒരു കൃഷി ഇനം വികസിപ്പിച്ചെടുത്തു. കോണ്ടിനെന്റൽ ടേഴ്സുമായി സഹകരിച്ച് ഒരു പൈലറ്റ് സൗകര്യം ആരംഭിച്ചു. മറ്റ് പല സസ്യങ്ങളും അസോപ്രീൻ പോളിമറുകളാൽ സമ്പന്നമായ ലാറ്റക്സ് രൂപങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. എന്നിരുന്നാലും എല്ലാം പാരയെപ്പോലെ എളുപ്പത്തിൽ ഉപയോഗയോഗ്യമായ പോളിമർ രൂപങ്ങൾ ഉത്പാദിപ്പിക്കുന്നില്ല. അവയിൽ ചിലത് ഉപയോഗയോഗ്യമായ റബ്ബർ പോലുള്ള എന്തെങ്കിലും ഉത്പാദിപ്പിക്കാൻ കൂടുതൽ വിപുലമായ സംസ്കരണം ആവശ്യമാണ്. മിക്കതും ടാപ്പു ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ചിലത് ഗുട്ടബെർച്ച, പാലക്വിയം ഗുട്ട, മണിൽക്കര ഇനങ്ങളിൽ നിന്നുള്ള ചിക്കിൽ എന്നിവ പോലുള്ള മറ്റ് അഭികാമ്യമായ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നു. വാണിജ്യപരമായി ചൂഷണം ചെയ്യപ്പെട്ടതോ